ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, അവല് കുഴച്ചതാണ്. അപ്പൊ എല്ലാവർക്കും അറിയാതെ ഈസി റെസിപ്പി ആണെന്നുള്ളത്. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയായി, അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി എടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഞാനിവിടെ നിന്ന് അവലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ രീതിക്കൊന്ന് ചൂടാക്കിയിട്ടുള്ളൂ, നന്നായിട്ടൊന്നും ചൂടാക്കിയിട്ടില്ല കേട്ടോ. നന്നായി ചൂടാക്കി കഴിഞ്ഞാല് നല്ല മുരുമുരായിരിക്കും. ഇതങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ. അപ്പൊ നന്നായി ചൂടാക്കിയെടുത്ത അവലാണ്. അപ്പൊ ഇനി അതിലേക്ക് നാളികേരമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരം കുറച്ചേ എടുത്തിട്ടുള്ളൂ, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. ഞാൻ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ചെറിയ ഉള്ളി വേണം. ഒരു 3 ചെറിയ ഉള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇടുമോന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഞാൻ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു അരക്കപ്പോളം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ മുഴുവനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് മധുരം കൂട്ടിയോ കുറച്ചൊക്കെ ചെയ്യാം. എനിക്കിവിടെ ഇതിനൊക്കെ നല്ല മധുരം വേണം, അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അവല് കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഹലോ ഗൈസ്, ഞാൻ ഈ ഒരു ട്രൈപ്പോഡും കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാനിത് ഓൺലൈനിൽ വാങ്ങിയതാണ്, ആമസോണിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രൈപ്പോഡ് എനിക്ക് വളരെ ഉപകാരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ലൊരു യൂസ്ഫുൾ ആയിരുന്നു ഈ ഒരു ട്രൈപ്പോഡ്. നമുക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒരു കംഫർട്ടബിൾ ആയി തോന്നിയിട്ടുള്ളത് ഈ ഒരു ട്രൈപ്പോഡാണ്. എൻ്റെ അടുത്ത് ആദ്യം ഇതാണ് ഇട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്കത് അത്ര ഒരു ഇതായി തോന്നുന്നില്ല. നമ്മ ഇങ്ങനെ വെക്കണ സമയത്ത് നമുക്ക് ഇങ്ങനെ ചരിച്ച് വെക്കാനൊന്നും പറ്റില്ല. ഇത്രയും മാത്രമേ ഇത് ആവുള്ളൂ. അപ്പൊ നമുക്ക് മൊത്തത്തിലുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ കാണേണ്ടി വരും. അപ്പൊ അതല്ലാതെ നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് മാത്രമേ നമുക്ക് കാണേണ്ടതുള്ളൂ. അപ്പൊ കുക്കിങ്ങിന്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ. അപ്പൊ പിന്നെ നമ്മള് ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമ്മളിങ്ങനെ ഓൺ ആക്കാനോ ഓഫ് ആക്കാനൊക്കെ കുറച്ച് മതി. പിന്നെ ഇതിലൊരു ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ട്, അത് എപ്പോഴും കുറച്ച് സമയം ഇങ്ങനെ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യില്ല. അങ്ങനെ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി തോന്നിയത് ഇതാണ്. അപ്പൊ ഇതാവുമ്പോ നമുക്ക് സുഖമായിട്ട് ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് തിരിക്കാനും ഇങ്ങനൊക്കെ ഏത് ഭാഗമാണോ എന്ന് വെച്ചാല് ഇങ്ങനെ തിരിക്കാനും മറിക്കാനൊക്കെ പറ്റും നമുക്ക്. ഞാൻ വെച്ച് കാണിച്ചു തരാം നിങ്ങക്ക് കേട്ടോ. ഇനി തിരിക്കണേ ഫിറ്റ് ചെയ്യണം കേട്ടാ. അടിയിലൊരു ഞെട്ടുണ്ട്, അത് പിടിച്ചിട്ട് തിരിച്ചാൽ മതി. അതവിടെ ടൈറ്റ് ആയിരുന്നോളും. അപ്പൊ ഇതിങ്ങനെ വെക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. കുറച്ചുകൂടി പൊന്തിക്കണമെങ്കിൽ ഇങ്ങനെ ആയിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇപ്പൊ ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫോൺ വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിലൊന്ന് ഫോൺ വെച്ചിട്ട് നോക്കാം. അതിൽ ഫോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് പൊസിഷനിലേക്കാണോ വേണ്ടതെന്ന് വെച്ചാല് ആ ഒരു ഈ ഒരു ലിവർ പിടിച്ചിട്ട് നമുക്ക് പൊന്തിക്കുക, അതുപോലെ തന്നെ താഴ്ത്താം. ഇനിയിപ്പോ ഏത് ഭാഗത്തേക്കാണെങ്കിലും ഇങ്ങനെ ഒന്ന് പിടിച്ച് തിരിച്ചാൽ മതി. നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനൊക്കെ പറ്റും. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു ട്രൈപ്പോഡ്. മറ്റതിനേക്കാളും യൂസ്ഫുൾ ആയിട്ടാണ് ഈ ഒരു ട്രൈപ്പോഡ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യാം. അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചാൽ മതി കേട്ടാ. ആമസോണിലാണ്. ഓക്കെ, ഇതിന്റെ എമൗണ്ട് വരുന്നത് 329 കേട്ടോ. അപ്പൊ ഇതിനേക്കാളും വില കൂടിയത് 1000-ന് മേലക്കുള്ളതുണ്ട്. ഇതേ സെയിം തന്നെ. അപ്പൊ എനിക്കിപ്പോ ഈ തൽക്കാലം ഇത് മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തത്. അപ്പൊ ഇത് വേണ്ടവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ.
നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.